വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മിത്രയെ തിരിച്ചു വിളിക്കണോ വേണ്ടയോ? ആ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ അപ്പോഴും വിശ്വക്ക് കഴിഞ്ഞില്ല. ഇന്ന് ആ നടന്നതും മനസ്സിൽ വെച്ചിട്ടില്ലെന്ന് അവൾ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾക്കത് ആശ്വാസമാവും. തന്നോടുള്ള അടുപ്പ് ഒന്നുകൂടി ദൃഢമാവും. അതെല്ലാം അവൾക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നൊരു ദിവസം മനഃപൂർവ്വം തിരിച്ചു വിളിക്കുന്നില്ല. മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ചെയ്യുന്നുമില്ല. താൻ മെസ്സേജിന് റിപ്ലൈ ചെയ്യുവോളം, അതുമല്ലെങ്കിൽ അവൾ വിളിച്ച വിളിക്ക് മറുപടി പോലെ തിരിച്ചു വിളിക്കുന്നുവോളം മിത്ര തന്നെ ഓർക്കും. ആളുടെ കൂട്ടുകാരി തന്നോട് വിളിച്ചു പറഞ്ഞാൽ ആ ഓർത്തുകൊണ്ട് അവൾ സങ്കടപ്പെടും, അസ്വസ്ഥതയാവും. രണ്ട് കാര്യങ്ങൾ നടന്നാലും മിത്രയ്ക്ക് തന്നോടൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അല്പം കൂടി ആഴത്തിൽ ആലോചിച്ച് നോക്കിയിട്ട് അന്ന് അവളെ വിളിക്കുന്നില്ലെന്ന് തന്നെ വിശ്വ തീർച്ചപ്പെടുത്തി. ഫോൺ മാറ്റിവെച്ച് കിടന്നപ്പോഴും മനസ്സിൽ അവളാണ്. അവളും ഇപ്പോൾ തന്നെ ഓർക്കുന്നുണ്ടാവുന്നത് അവന് ഉറപ്പുണ്ട്. ഇനി വിളിക്കുമ്പോൾ അവളോട് പറയാനുള്ള കാര്യങ്ങളാണ് വിശ്വ ഓർത്ത് കിടന്ന്. ഉറക്കം വരുവോളം അവന്റെ മനസ്സിലാന്ന് അവൾ മാത്രമായിരുന്നു. മേലഴി വന്നപ്പോഴും വിശ്വ മെസ്സേജ് ചെയ്തോ വിളിച്ചോ എന്ന് തന്നെയാണ് മിത്ര ആദ്യം നോക്കിയത്. അത് രണ്ടും ഇല്ലെന്ന് കണ്ടതും അവളുടെ ഉള്ളും തീർത്തും മൂകമായി. എന്തിനെന്ന് പോലും അറിയാത്ത വിധത്തിലൊരു ശൂന്യത നിറയുന്നു. വീണ്ടും മെസ്സേജ് ചെയ്യാനും വിളിക്കാനും ഒന്നും അവൾക്ക് തോന്നിയതുമില്ല. എന്തോ ഒരു തടസ്സം. അവനൊന്ന് നേരിൽ കാണാനാണ് തോന്നിയത്. വിചിത്രമായൊരാഗ്രഹം. അത്ര അടുപ്പമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് താൻ ഈ സങ്കടപ്പെടുന്നതെന്നും മിത്ര ഇങ്ങനെയൊന്നും അല്ലെന്നും അവൾക്ക് തന്നെ അറിയാം. പക്ഷേ മനസ്സിന് വരിതിൽ കിട്ടാത്തൊരവസ്ഥ. പുറത്തുനിന്നും കൂടുതൽ ബഹളം കേട്ടതോടെ വീണ്ടും ആരൊക്കെയോ വന്നെന്ന് അവൾക്ക് മനസ്സിലായി. താൻ വന്നെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ വരവൊക്കെ. പക്ഷെ താനോ ഏതോ ഒരുത്തിന് വേണ്ടി വെറുതെ. അവൾക്ക് സങ്കടത്തിനേക്കാൾ ദേഷ്യം തോന്നി. സോറി പറഞ്ഞിട്ട് അവൻ തിരികെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന സങ്കടം ക്രമേണ ദേഷ്യമായി മാറി. കണ്ടില്ലെങ്കിൽ അങ്ങനെ സമാധാനിക്കാമായിരുന്നു. ഇതിപ്പോ കണ്ടിട്ട് മിണ്ടാതെ പോയതാണ് കൂടുതൽ അവളെ ബാധിച്ചതും. ഫോൺ തിരികെ കിടക്കയിലേക്കിട്ട് ഒന്ന് രണ്ട് നിമിഷം കണ്ണടച്ച് നിന്നിട്ട് മിത്ര കയ്യിലുള്ള തോർത്തിൽ മുഖം അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആൾ ഊഹിച്ച പോലെ തന്നെ എബി അടക്കം ബാക്കിയുള്ള ടീം കൂടി വന്നിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മിത്രക്ക് അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തു പറ്റിയടി? കുളിക്കാൻ പോയതുപോലെയല്ലോ നീ തിരികെ വന്ന്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അബി കൂടി ചെയ്തോടെ മിത്ര വേഗം തലവേദനയെ കൂട്ടുപിടിച്ചു. യാത്ര ചെയ്തു വന്നിട്ടാവുമെന്ന് ആരോ പറഞ്ഞപ്പോൾ ആളും അത് ശരിവെച്ചു കൊടുത്തു. ടീനയും അബിയും പരസ്പരം നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആർക്കും സംശയങ്ങളൊന്നും തോന്നിയില്ല. കാരണം ആ പ്രശ്നം നടന്നിട്ടില്ലെന്ന മട്ടിലാണ് മിത്ര വന്നപ്പോൾ മുതൽ പെരുമാറിയതെല്ലാം. പെട്ടെന്ന് അതിനെ ചൊല്ലി സ്വഭാവം മാറ്റാനൊന്നും കഴിയില്ലെന്ന് അവർ ആശ്വാസം കൊള്ളുമ്പോൾ അങ്ങേയറ്റ അസ്വസ്ഥമായ ഒരു മനസ്സോടെ മിത്ര വല്ലാതെ പൊറുതിമുട്ടി. സോറി ഗൈസ്, എനിക്കൊട്ട് ഇരിക്കാൻ വയ്യ. ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ, എങ്കിലേ ഈ തലവേദന പോവും, ഇല്ലേ ചിലപ്പോൾ ഇതെനിക്ക് പണി തരും. അവരുടെ സംസാരങ്ങൾക്കിടയിൽ നിന്നും ഒട്ടും വയ്യം തോന്നിയ നിമിഷം മിത്ര ക്ഷമാപണത്തോടെ തന്നെ എണീറ്റു. വയ്യെങ്കിൽ ഹോസ്പിറ്റൽ പോകാം മിത്ര. അവളേക്കാൾ വാട്ടമുണ്ട് എബിക്കും. ഒന്ന് കാണാൻ ആവശ്യമോഹിച്ച് ഓടി വന്നതാണവൻ. പക്ഷെ അവളുടെ മൂടിക്കെട്ടിയ ഭാവം വന്നപ്പോൾ മുതൽ അവൻ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് സങ്കടപ്പെടുന്നുമുണ്ട്. ഏയ് മെഡിസിൻ ഒന്നും വേണ്ട ബി, ഒന്ന് ഉറങ്ങിയായത് മാറും. എനിക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാ. മിത്ര കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. എനിക്കറിയാട്ടോ ഞങ്ങൾ വന്നതെന്ന് കേട്ടിട്ട് വന്നാണെന്ന്. പക്ഷേ എനിക്കൊട്ടും പറ്റാനിട്ടാ. നാളെ വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അതുവരെ നമുക്ക് അടിച്ചു വിളിക്കാം. തന്റെ മാനസികാവസ്ഥ അവരോട് പറയാൻ വയ്യ. എങ്കിലും അവർക്കിടയിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ അതും മിത്രക്ക് സങ്കടം തോന്നി. ആൾക്ക് വീണ്ടും വെറുതെ ദേഷ്യം വരുന്നുണ്ട്. എന്തുവാടെ ഇത്? വെറുതെ സെന്റടിക്കാൻ നീ പോയി വല്ലതും കഴിച്ചിട്ട് കിടന്നേ. കുറവില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. ഇപ്പൊ നീ ചെല്ല്, അബി നിസ്സാരമായി പറഞ്ഞു. മിത്ര അവനെ നോക്കിയെന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു. ആൾക്കൊപ്പം തന്നെ ടീനയും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾക്ക്? മിത്ര പോയതോടെ ബാക്കിയുള്ളവർ മറ്റു പല സംസാരങ്ങളിലേക്ക് കടന്നെങ്കിലും എബി അബിയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് പതിയെ ചോദിച്ചു. എന്ത് പ്രശ്നമാണ്? നീ കേട്ടില്ലേ അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞ്? അത് തന്നെ എപ്പോഴത്തെ അവളുടെ പ്രശ്നം, വേറെ പ്രശ്നമില്ല. അബി അവനെ ആശ്വസിപ്പിച്ചു. അല്ലടാ, ഞാൻ വന്ന മുതൽ അവൾ അങ്ങനെയാ. അതാ പക്ഷെ ഞാൻ വന്നപ്പോൾ നല്ല ആക്റ്റീവായിരുന്നു. വെറുതെ പറയില്ല ഞാൻ. നീ ഗ്രേസിയാനോട് ചോദിച്ചു വേണമെങ്കിൽ. അബി ഉറപ്പിച്ച് പറഞ്ഞിട്ടും എബിയുടെ മുഖം തെളിഞ്ഞില്ല. തലവേദന തന്നെയാണ് എബി. ഇനി വേണ്ടാത്ത ഓരോന്നും ആലോചിച്ച് നീ വെറുതെ നിനക്ക് തലവേദന ഇരുത്തിയേക്കണ്ട. അബി അവനെ ഒന്ന് തോളുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു. എബി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഇനിയിപ്പോ ഇതൊക്കെ കഴിച്ചാൽ തലവേദന കൂടുവോ? മിത്ര വിളമ്പിയെടുത്ത ഭക്ഷണപാത്രത്തിലേക്ക് നോക്കി ഗ്രേസി ആന്റി പറഞ്ഞു. എല്ലാവരും കൂടിയോണ്ട് ഭക്ഷണം പുറത്തുനിന്ന് വരുത്തിയതാണ്. കുഴപ്പമില്ല ആന്റി, ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ. മിത്ര അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മിത്രേ, ഹോസ്പിറ്റലിൽ പോകണടി? അതുവരെ അവൾക്കരികിൽ തന്നെ നിന്നിരുന്ന ടീന അതൊന്നും ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. വേണ്ടടി, അത്രയ്ക്കൊന്നുമില്ല. ഇതും കഴിച്ചൊന്ന് ഉറങ്ങിയണീറ്റാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മിത്ര അവളൊന്ന് കണ്ണിച്ചെമ്മി കാണിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ടീന ആശങ്കയോടെ ചോദിക്കുന്ന കേട്ടതും മിത്ര അവളെ നോക്കി. അല്ല, നീ അവളുടെ അരികിലേച്ചില്ലേ? നമ്മൾ വരുന്ന പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയല്ലേ അവരെ? നീ ഞാനും കൂടി ഇവിടെ വന്നിരുന്ന അവർക്ക് ഫീൽ ചെയ്യും. എനിക്കൊന്നുമില്ലടാ. ഒന്നുമില്ലെന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിച്ചൊന്നുമില്ല.
ടീനെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞിട്ട് മിത്ര ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആളെ ഒന്നുകൂടി നോക്കിയിട്ട് ടീന തിരികെ ആളിലേക്ക് തന്നെ പോവുകയും ചെയ്തു. വളരെ കുറച്ചാണ് വിളമ്പിയെടുത്ത്. എന്നിട്ട് അതുപോലെ ആൾക്ക് മുഴുവൻ കഴിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി വന്ന വേസ്റ്റ് പാത്രത്തിലിട്ടുകൊണ്ട് മിത്ര കൈ കഴുകി തിരികെ ചെന്നു. ഗുഡ് നൈറ്റ്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവരോടെല്ലാമായി ഒരൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് മിത്ര മുറിയിലേക്ക് ചെന്ന് കിടന്നു. കൈയെത്തിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോഴും ആൾ വെറുതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു വിശ വിളിച്ചിട്ടുണ്ടാവണേയെന്ന്, മെസ്സേജ് ചെയ്തിട്ടുണ്ടാവണേ എന്നൊക്കെ. പക്ഷെ അത് രണ്ടുമില്ല. ദേഷ്യത്തോടെ ഫോണിൽ ഏറുവെച്ചു കൊടുത്തു. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ആ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മിത്രയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞതും. ഷു, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? രാവിലെ വിശ്വ പറയുന്ന കേട്ടിട്ട് മുരുകൻ താടി കൈ കൊടുത്തുകൊണ്ട് അതാണ് പറഞ്ഞു. എടാ, ഇതിപ്പോ നിനക്ക് ദേഷ്യമാണെന്നോ അല്ലെങ്കിൽ നീ അവരോട് മിണ്ടില്ലെന്നൊക്കെ അവൾ വിചാരിക്കില്ലേടാ? മിണ്ടാതിരുന്നുകൊണ്ട് ചായ കുടിക്കുന്ന വിശ്വക്ക് നേരെ നോക്കിക്കൊണ്ട് മുരുകൻ ചോദിച്ചു. വിശ്വ ഒന്ന് മൂളി. അതല്ലേ നിനക്ക് പണിയാവുന്നത്. ഇതിപ്പോ അവൾ വിളിച്ചപ്പോൾ എടുത്തിരുന്നെങ്കിൽ അതിന്റെ സിമ്പതി കൂടി കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തപ്പോൾ റിപ്ലൈ അതും ചെയ്തില്ല. മുരുകൻ ചോദിക്കുന്നതിന് വിശ്വൊന്നും മിണ്ടിയില്ല. സത്യത്തിൽ എന്താണ് നിന്റെ ഉദ്ദേശം മനസ്സിലാവാത്തോണ്ടാ? ഒടുവിൽ അവന്റെ ആ ഭാഗം കണ്ടിട്ട് മുരുകൻ സൈകിട്ടോണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിക്കും മുരുക. വിശ്വ ഒരു ഗൂഢമായ ചിരിയോടെ മുരുകനെ നോക്കി. എനിക്കൊരു ചെറിയ പ്ലാനുണ്ട്. അതുകൂടി നടത്തിയ ശേഷം ഇത്രയും ഞാൻ വിളിക്കും. അതോടെ ഈ പ്ലാൻ വിജയിക്കില്ലേ എന്നുകൂടി റിസൾട്ട് കിട്ടിയേക്കും. വിഷയൊന്നും തെളിയിച്ചു പറഞ്ഞില്ലെങ്കിൽ കൂടിയും അവനെന്തോ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടെന്ന് മുരുകന് ഉറപ്പായി. ടീന വന്നിട്ട് വിളിച്ചു നിർത്തുമ്പോഴാണ് മിത്ര കണ്ണു തുറന്ന്. ആൾ മാത്രമല്ല, ആൾക്കൊപ്പം കുറച്ചുപേര് കൂടി ആ മുറിയിലുണ്ട്. തലവേദന പോയോ? ഗുഡ് മോർണിംഗ് പറയുന്നതിന് മുന്നേ ടീന ആദ്യം ചോദിച്ച അതായിരുന്നു. മിത്രക്ക് അവളെ നോക്കിയപ്പോൾ ഒരു അലിവ് തോന്നി. ഇത്രയൊക്കെ സ്നേഹം നിറച്ചുകൊണ്ടിവർ തനിക്ക് ചുറ്റും നിരന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ താനോ ഇല്ലാത്ത തലവേദനയുടെ പേരിൽ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ നശിപ്പിച്ചു. ഒത്തുചേരുമ്പോൾ ഇന്നും ചെയ്യാറുള്ള പോലെ അവരെന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടാവും വന്നിട്ടുണ്ടാവുക. ഒന്നിനും പറ്റിയില്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു നൈറ്റ് ഡ്രൈവ് എങ്കിലും ഉണ്ടാവേണ്ടതാണ്. തിരക്കുകൾ വിട്ടെറിഞ്ഞുകൊണ്ട് താൻ വിളിച്ചപ്പോൾ സ്നേഹത്തോടെ ഓടി വന്നവർ. അവരോട് താൻ കാണിച്ചോട്ടും ശരിയായില്ല. മിത്രക്ക് കടുത്ത നിരാശ തോന്നി. ഹലോ, എന്തുപറ്റി? റിലേ വന്നിട്ടില്ലേ? കൂട്ടത്തിൽ ആരോ ചോദിക്കുന്നു. എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് അഭി കൂടി ആ മുറിയിലേക്ക് വന്നോടെ മിത്ര ചിരിയോടെ എഴുന്നേറ്റു. അപ്പോഴേ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നേക്കാം. അതിനു മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചോ ഇന്ന് എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്നുള്ളത്. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാനും ഓക്കെയാണ്. എനർജിയോടെ മിത്ര വിളിച്ചു പറഞ്ഞു കേട്ടതും ആള് നോക്കുന്നവരെല്ലാം കൈയടിച്ചും വിസിലടിച്ചും അവളെ പ്രോത്സാഹിപ്പിച്ചു. വാതിൽക്കൽ നിൽക്കുന്ന എബിയെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന മട്ടിൽ അഭിയും നോക്കി. രാവിലെ മുതൽ മിത്ര എഴുന്നേറ്റ് വരാൻ വൈകിയ നിമിഷങ്ങളിലെല്ലാം അവന്റെ മങ്ങിപ്പോയ മുഖം പരാതി കേട്ട അഭി. മിത്ര പറഞ്ഞു കേട്ടത് അവന്റെ ഉള്ളം നിറഞ്ഞു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. മിത്ര കൂടി റെഡിയായി വന്നോടെ ഭക്ഷണം കഴിച്ചിട്ട് അവർ ഓരോരോ വണ്ടികളിലായി പുറത്തേക്ക് പോയി. ഇന്ന് ആ സ്ഥലത്തേക്ക് പോവാം, ഇന്നത് ചെയ്യാമെന്നൊന്നും പ്രത്യേകമായി പ്ലാൻ ചെയ്യാതെ. മുറി വേണോ, ഒടി വേണോ, അതോ ചതവ് വേണോ? വിശ്വ മുരുകന്റെ അരികിൽ വന്നിരുന്നുകൊണ്ട് കാര്യമായി ചോദിച്ചു. എന്തോന്ന്? അന്ന് ലീവായതുകൊണ്ട് മുരുകൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ പണികളിൽ അവൻ ബിസിയാണ്. അല്ലടാ, മിത്രയോട് വിളിക്കുമ്പോൾ പറയാം മുറി വേണോ, ഒടി വേണോ, ചതവ് വേണോ എന്ന് ഞാൻ ചോദിച്ചത്. വിശ്വ കുറച്ചുകൂടി വിശദീകരണം കൊടുത്തുകൊണ്ട് ചോദിക്കുമ്പോൾ മുരുകൻ അവനെ തുറിച്ചു നോക്കി. നിനക്കെന്താണ് അസുഖങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് പോലെ പ്ലാനുണ്ടാ? മുരുകന്റെ നോട്ടം കൂർത്തു. പോടാ, അതല്ല, മിത്ര എനിക്കിന്ന് വിളിക്കേണ്ടതാ. വിളിക്കുമ്പോൾ ഇന്നലെ അവള് വിളിക്കാൻ പറ്റാത്ത കാരണം കൂടി പറയണ്ടേ? അത് ഏത് വേണമെന്നാ എനിക്ക്. മുറിവാണെങ്കിൽ പിന്നെ അതിന്റെ പാട് കണ്ടില്ലെങ്കിൽ പണിയാവും. ഒടിവ് അത്ര പെട്ടെന്ന് ശരിയാവില്ല. അപ്പൊ പിന്നെ തമ്മിൽ ഭേദം ചതവ് തന്നെയാ. അതാവുമ്പോ വലിയ റിസ്ക് ഇല്ലാതെ കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാം. വിശ്വ മുരുകനെ നോക്കിയത് കണ്ണു ചിമ്മി കാണിച്ചു. അതൊക്കെ നോക്കട്ടെ, നീ എന്താ അവളെ പറയാൻ പോകുന്നു? ആദ്യം അതിനെ കുറിച്ച് പറ. മുരുകൻ കത്തി താഴെ വെച്ചിട്ട് വിശ്വക്ക് നേരെ നോക്കി കൈകെട്ടി നിന്നു. എനിക്കൊരു ആക്സിഡന്റ്. വിശ്വ കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. എപ്പോ? എവിടെ വെച്ച്? മുരുകൻ ആകാംക്ഷയോടെ ചോദിച്ചു. മിണ്ടാതിരിയടാ, മുഴുവൻ പറയട്ടെ. ഇന്നലെ ടൗണിൽ പോയപ്പോൾ എനിക്കൊരു ആക്സിഡന്റ്. പക്ഷെ അത് വെറും ഒരു ആക്സിഡന്റ് അല്ല. മനഃപൂർവ്വം എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. അത് ആ ആള് രാഹുലാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവനെ പിടിയിട്ടില്ലെങ്കിലും ബൈക്കിൽ നിന്ന് വീണ എൻ്റെ കൈക്ക് ചതവുണ്ട്. അത് കാണിക്കാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് മിത്ര വിളിക്കുന്നത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഫോൺ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. തിരികെ വന്നിട്ട് വിളിക്കാമെന്ന് കരുതി. പക്ഷെ ഭയങ്കര വേദനയോടെയാണ് തിരികെ വന്നത്. എങ്ങനെയുണ്ട് എൻ്റെ കഥനകഥ? ഭാവാഭിനയത്തോടെ പറഞ്ഞു നിർത്തിയിട്ട് വിശ്വ മുരുകനെ നോക്കി. കഥയൊക്കെ കൊള്ളാം, പക്ഷേ മുരുകനെ നിർത്തിയിട്ട് വീണ്ടും അവൻ ചെയ്യുന്ന ജോലി തുടർന്നു. പക്ഷേ ഭാഗ്യം പറയണം. വിശ്വ അവൻ്റെ മുന്നിലേക്ക് ആയിരുന്നിട്ട് ഗൗരവത്തോടെ ചോദിച്ചു. ഈ ചതവിനൊരു പഞ്ച് പോരാ, ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നില്ല. മുരുകൻ അവനെ ചുഴിഞ്ഞു നോക്കി. തൽക്കാലം അത് മതി, വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. കൂട്ടുകാരനൊരു പെണ്ണിനെ കിട്ടാൻ എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കാം. മുരുകൻ ഗൂഢമായൊരു ചിരിയോടെ വിഷയം നോക്കി. നീ എന്നെ എങ്ങനെ സഹായിക്കും? അല്ല, കേൾക്കുന്ന കഥകൾക്ക് വിശ്വാസമുണ്ടേ. അതിനുവേണ്ടി വേണമെങ്കിൽ നിന്റെ കൈ ഞാൻ ചെറുതായിട്ടൊന്ന് ഒടിച്ചുതരാം. അതിനേക്കാൾ വലിയ സഹായം നീ പ്രതീക്ഷിക്കരുത്. സോറി, എനിക്ക് പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ മുരുകൻ വിഷയം നോക്കി.
ഓഹോ, അത്രക്ക് സഹായിക്കാൻ മോൻ ചെയ്യോ? നീ ആവശ്യപ്പെട്ട? എന്നാലേ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇത്രയും ഞാൻ ഒറ്റക്കല്ലേ കൊണ്ടെത്തിച്ച്. ഇനി അത് അത്ര മതി. തൽക്കാലം നിന്റെ സഹായം എനിക്ക് വേണ്ട, കേട്ടല്ലോ. വിശ്വ ഓഫർ കണ്ണും പൂട്ടി തള്ളിക്കളഞ്ഞു. ഓ വേണമെങ്കിൽ വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ റിസ്ക് ഏറ്റെടുക്കാന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പുച്ഛം. നീ ഒറ്റക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കാണിക്കുക. പക്ഷെ നിന്റെ വീഴ്ച കേട്ടിട്ട് അവൾ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണില്ലേൽ വീഴ്ത്തും പോലെ അഭിനയിക്കണം മാൻ. വിശ്വ മുരുകന്റെ തോളം തട്ടി. ഓ, അഭിനയത്തിന്റെ കാര്യത്തിൽ താങ്കൾ ഒരു സിംഗാണല്ലോ അല്ലേ? അത് ഞാൻ മറന്നു. മുരുകനെ ചിരി ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ആ കൂട്ടുകാരി കുട്ടി കൂടി കേൾക്കാണ് മോനി കഥ പറയാൻ ഉദ്ദേശിച്ചെങ്കിലേ നല്ലോണം സൂക്ഷിച്ചോ. നിന്റെ മിത്രയെ പോലെയല്ല, അത് ബുദ്ധിയുള്ള കൂട്ടത്തിലാ. നിന്റെ ഉണക്ക കഥ അത്ര പെട്ടെന്നൊന്നും വെള്ളം തൊടാൾ വിഴുങ്ങില്ല. പൊന്നുമോന്റെ പ്ലാനേ 8 നിലയിൽ പൊട്ടും, ഉറപ്പാ. വിശ്വ മുരുകനെ നേരെ തുറിച്ചു നോക്കി. നിന്റെ കരിനാവ് വളച്ചൊന്നും പറയാതിരിക്കാൻ ഞാനിപ്പോ എന്ത് വേണം? വിശ്വ പല്ലടിച്ചുകൊണ്ട് ചോദിക്കുന്ന കേട്ടതും മുരുകൻ ഉറക്കെ ചിരിച്ചു. അവനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് വിശ്വ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ പിന്നിൽ നിന്ന് മുരുകൻ നീട്ടി വിളിക്കുന്ന കേട്ടിട്ട് നെറ്റി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. നീ ഇത്ര വിളിക്കുന്നപ്പോഴാ? മുരുകൻ അവിടെ തന്നെ എന്നിട്ട് വിളിച്ചു ചോദിച്ചു. അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? വിശ്വ ഗൗരവത്തോടെ തിരിച്ചു ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, പക്ഷെ എനിക്കൊരു ആഗ്രഹം. വീണ്ടും മുരുകനും കള്ളത്തരം. വിശ്വയുടെ നെറ്റി വിളിഞ്ഞു. നിന്റെ കലിപ്പ് കൊടുക്കത്തെ ഗൗരവം മാത്രല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി നിന്റെ ഒലിപ്പിക്കൽ എങ്ങനെ ഉണ്ടാവുന്നറിയാൻ എനിക്ക് ചെറിയ അത്യാവശ്യം വലിയൊരു ആഗ്രഹമായതുകൊണ്ടേ നീ അവൾ വിളിക്കുന്ന ടൈം പറഞ്ഞെന്നാ എനിക്ക് ആ സുലഭ സുന്ദര സുരഭില സുവർണ നിമിഷത്തിന് സാക്ഷിയായിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് തീർക്കായിരുന്നു. സത്യമായിട്ടും കൊതിയായതുകൊണ്ടടാ. മുരുകൻ പറയുന്ന കേട്ടത് വിശ്വനെ തുറച്ചു നോക്കി. നോക്കി പേടിപ്പിക്കാണ്ട് പറ്റൂല എന്ന് പറയും. ഞാൻ വെറുതെ മനക്കോട്ടയുണ്ടല്ലോ. മുരുകന് പക്ഷെ കൂസലൊന്നുമില്ല. വായിൽ തോന്നി എന്തൊക്കെയോ തെറിയും വിളിച്ച് പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്നതിന് നോക്കി മുരുകൻ തലയാട്ടി ചിരിച്ചു. ഒരു പരിധിവരെയും മനസ്സിൽ ഉദ്ദേശിച്ച പോലെ കൂടെയുള്ളവർക്ക് പഠിച്ചു വിളിക്കുന്നതിൽ മിത്ര വിജയിച്ചു. പക്ഷെ എന്നിട്ടും പൂർണ്ണമായി നീങ്ങിപ്പോവാത്ത വിധം ഒരു നോവ് ഇടനെഞ്ചിൽ നിന്ന് ഇടയ്ക്കിടെ തല ഉയർത്തി നോക്കി അവളെ വേവലാതിപ്പെടുത്തി. വലിയൊരു കുന്നിന്റെ മുകളിലാണ് അവരപ്പോൾ. സ്ഥിരം പോകുന്ന ഇടങ്ങൾ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാമെന്നാരോ പറയുമ്പോൾ ആർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേട്ടൊരു സ്ഥലമാണത്. പക്ഷെ വണ്ടിയൊന്നും പോവില്ല. താഴെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്തു. അത്യാവശ്യം കഴിക്കാൻ വേണ്ട കുടിക്കാൻ വേണ്ട വാങ്ങി ബാഗിലാക്കി അവരുടെ ഗ്യാങ് ആ കുന്നുകയറി തുടങ്ങി. മിത്രക്ക് അതൊരു ടാസ്ക് തന്നെയായിരുന്നു. എങ്കിലും തുടക്കത്തിലുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് മാറ്റി വളരെ ഉത്സാഹത്തിൽ തന്നെ അവർക്കൊപ്പം അവളും കൂടുന്നുണ്ട്. ടീനക്കായിരുന്നു ഏറ്റവും ആശ്വാസം. തലേന്ന് രാത്രി മൂടിക്കെട്ടിയ മിത്ര അവളെ ഒരുപാട് ആശങ്കപ്പെടുത്തിയിരുന്നു. ഇല്ലെന്ന് പറഞ്ഞെങ്കിലും അന്ന് നടന്നതിന്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ആണ് അവളുടെ തലവേദനയ്ക്ക് പിന്നിലെന്ന് ടീന ഭയന്നു പോയി. അബിയോട് ആളാ കാര്യം പറയുകയും ചെയ്തു. ഇനി നീ അതിനെക്കുറിച്ച് അവളൊരു അക്ഷരം മിണ്ടിയെന്ന് ഞാൻ അറിഞ്ഞാ നിനക്കായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്നായിരുന്നു അബിയുടെ മറുപടി. അതുപോലെ മിത്രയുള്ള ആവേശത്തിൽ തന്നെയാണ് എബി. അത്രയും സന്തോഷം നിറഞ്ഞൊരു ദിവസം ഈ അടുത്ത കാലത്തൊന്നും താൻ അനുഭവിച്ചിട്ടില്ലെന്ന് അവനും തോന്നി. അവനെക്കുറിച്ചും അവന്റെ സ്നേഹത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്നവരായതുകൊണ്ട് തന്നെ പരമാവധി അവനെയും മിത്രയും ഒറ്റയ്ക്ക് വിടാൻ അവരെ കൊണ്ടാവും പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ കർശനമായി തന്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞ മിത്രയോട് പിന്നെയും കൂടുതൽ എന്തെങ്കിലും പറയാൻ എബിക്കോ ആശങ്കയുണ്ടായിരുന്നു. അതുമല്ല, തന്റെ ഭാഗത്ത് ഇനി ഒരു പിഴവ് വന്നിട്ട് അതുമൂലം അവൾ വീണ്ടും ഡൗണായി പോയാൽ അതവന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. കാരണം അവളുടെ തെളിഞ്ഞ മുഖവും നിറഞ്ഞ ചിരിയും അവനെ അത്രമാത്രം സന്തോഷത്തിലാക്കുന്നുണ്ട്. അതില്ലാതാക്കി കളയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മിത്രയുടെ കൂടെ, അതും അവളേറെ സന്തോഷത്തോടെയുള്ള ഒരു അവസരത്തിൽ അവളുടെ കൂടെ നടക്കുന്നതിൽ കൂടുതലൊന്നും അവനപ്പോൾ ആഗ്രഹിച്ചുമില്ല. ഓടിയും നടന്നും ചിരിച്ചും കളിച്ചും മുകളിലെത്തിയപ്പോഴേക്കും അവരെല്ലാം കിതച്ചുപോയി. മിത്രയായിരുന്നു ഏറ്റവും കൂടുതൽ തളർന്നു പോയത്. പുലികൾ നിറഞ്ഞ ആ മണ്ണിലേക്ക് എല്ലാവരും ഇരുന്നപ്പോൾ മിത്ര അവർക്ക് നടുവിലേക്ക് മലർന്നു കിടന്ന് കണ്ണടച്ച്. അത് കണ്ടിട്ട് അവരെല്ലാം ചിരിക്കുന്നുണ്ട്. വല്ലപ്പോഴും നടന്നുകൂടി പഠിക്കണം മിത്രമേ, അല്ലെങ്കിൽ ഇങ്ങനെ പഴംതുണി പോലെയാവും. ആരോ വിളിച്ചു പറഞ്ഞ കമന്റ്. ചുറ്റും ചിരി വളർന്നു. കിടന്നതിനേക്കാൾ സ്പീഡിൽ മിത്ര ചാടി എഴുന്നേറ്റു. അതിന് ആര് പഴംതുണി പോലെയായി? വേണേ ഇതുപോലെ കുന്നുകൂടി ഞാൻ ഓടിക്കയറും, മിത്ര വീറോടെ പറഞ്ഞു. ഓവ്, വെറുതെ വീം പറയാതെ ഇപ്പൊ കയറി വന്ന ക്ഷീണം മാറ്റിക്ക. നീ കിതച്ചിട്ട് അവൾക്ക് മിണ്ടാൻ കൂടി വയ്യ. അപ്പോഴാ ഇനി വേറെ കുന്നു കയറുന്നത്. മിത്രയെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അബി അവൾക്ക് നേരെ ഒരു വെള്ളക്കുപ്പി നീട്ടി. ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് മിത്രയെ അത് വാങ്ങി. കുറച്ച് റിസ്ക് എടുത്തിട്ട് കയറി ചെല്ലണമെങ്കിലും അവിടെ എത്തിയാൽ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. ഇളം തണുപ്പുള്ളൊരു കാറ്റ് അവിടേക്ക് എത്തും മുന്നേ തന്നെ ചെല്ലുന്നവരെ പൊതിഞ്ഞങ്ങ് പിടിക്കും. അവിടെ തന്നെ പിടിച്ചിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള ഫീല്. അവിടേക്ക് വന്നെത്തിയത് മുഴുവൻ കപ്പിൾസും ഫ്രണ്ട്സും കൂട്ടവും ഒക്കെയാണ്. ഒരുപാട് നടന്നു കയറേണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചെറിയ കുഞ്ഞുങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെയുള്ളവരുടെ ബഹളം ഒഴിച്ചു നിർത്തിയാൽ ശാന്തമായ അന്തരീക്ഷം, കൊതിപ്പിക്കുന്ന ഒരു കുളിര്. മിത്രക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കയ്യിൽ കരുതിയ ഭക്ഷണം കഴിച്ചും പാട്ടുപാടി ഡാൻസ് കളിച്ചും റീൽസ് എടുത്തും തമ്മിൽ കളിയാക്കി ചിരിച്ചു അവർ ആ നിമിഷങ്ങളെ കൂടുതൽ സുന്ദരമാക്കി. മറ്റൊന്നും ഓർക്കാത്ത വിധം അപ്പോൾ മിത്രയും അവർക്കൊപ്പം അലിഞ്ഞു ചേർന്നു.
കുറച്ചു നേരം കഴിഞ്ഞു. നീണ്ടുപോകുന്ന വിജനമായ ആ വഴിയിൽ കൂടി ഒറ്റക്കൊന്ന് നടക്കാൻ മിത്രക്ക് തോന്നി. കൂട്ടത്തിൽ ഞാനും അവൾ എഴുന്നേറ്റു. അവരെല്ലാം എന്തൊക്കെയോ പറഞ്ഞിരിപ്പാണ്. ആരോടും പറയാതെ മിത്ര മുന്നോട്ട് നടന്നു. ഡേ, പിന്നിൽ നിന്ന് അഭി വിളിക്കുമ്പോൾ മിത്ര തിരിഞ്ഞു നോക്കി. എങ്ങോട്ടാ? കുറച്ച് മുന്നോട്ട് നടന്ന് അവൾ നോക്കി അവൻ വിളിച്ചു ചോദിച്ചു. ഇപ്പൊ വരാം, മിത്ര അല്പം ഉറക്കി വിളിച്ചു പറഞ്ഞു. ദൂരേക്ക് പോകലേട്ടോ. അഭി വിളിച്ചു പറയുമ്പോൾ മിത്രയും തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് തന്നെ നടന്നു. അവരെല്ലാം അവളെയും തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും സംസാരത്തിലേക്ക് തന്നെ വീണുപോയി. എബി മാത്രം ആശങ്കയോടെ അഭിയെ നോക്കി. അവൻ പക്ഷെ ഒന്നുമില്ലെന്ന മട്ടിലൊന്ന് കണ്ണുചിമ്മി കാണിച്ചു. അതോടെ മിത്ര പോയ വഴിയെ ഒന്നുകൂടി നോക്കിയിട്ട് പൂർണ്ണമായും മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ അവിടെ തന്നെ ഇരുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ മിത്രക്ക് അവിടെ കൂടുതൽ ഇഷ്ടമായി. തീർത്തും മൗനം. ഇടയ്ക്കിടെ ഇക്കിളിയാക്കും വിധമുള്ള കാറ്റിന്റെ കുസൃതിയും ആസ്വദിച്ചുകൊണ്ട് അവൾ പതിയെ നടന്നു. ഇതുവരെ കണ്ടതിൽ വെച്ചും അനുഭവിച്ചതിൽ വെച്ചും തീർത്തും വ്യത്യസ്ത നിറഞ്ഞൊരിടം. അതിമനോഹരമായി ആരെയോ കാത്തിരിക്കും പോലൊരു വശ്യത. ആ മൗനമൊടിച്ചുകൊണ്ടാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. നമ്പർ പോലും നോക്കാതെ മിത്ര അതെടുത്തു. മിത്ര, ഞാൻ വിഷയമാണ്. ഗൗരവം നിറഞ്ഞൊരു സ്വരം. മിത്ര സ്റ്റക്കായതുപോലെ നടത്തി നിർത്തി. അതുവരെയുള്ളതെല്ലാം ആ ഒരൊറ്റ വാക്കിൽ മാഞ്ഞു പോയതുപോലെ. പകരം മറക്കാൻ ആഗ്രഹിക്കുന്ന പലതും ആ വാക്കിന്റെ തണുപ്പിൽ തിരികെ അവളിലേക്ക് വലിഞ്ഞു കയറി വരികയും ചെയ്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.